പോലീസ് വന്ന് അടിച്ചതിന് ഞാൻ കൊണ്ട് കേസ് കൊടുത്തതിനാണ് ഈ ചെയ്യുന്ന മൊത്തവും. എന്റെ പട്ടികളെ തല്ലുന്ന പോലെ എന്റെ കുഞ്ഞിനെ തല്ലിയത്. എനിക്ക് പറയണം, എന്റെ കുഞ്ഞിനെ പട്ടികളെ പോലെ 2 ഷാഡോ പോലീസ് അടിച്ചതിന് ഞാൻ DSPക്ക് പരാതി കൊടുത്തതിനാണ് ഈ ചെയ്യുന്ന മൊത്തവും. ഞങ്ങളെ പിടിച്ചോണ്ട് വലുതി അടിച്ചെന്ന് എന്റെ റബ്ബ് സത്യം. എന്റെ കുഞ്ഞിനെ പട്ടികളെ പോലെ 2 ഷാഡോകള് വലുതാണ് ഞങ്ങൾ അടിച്ചത്. ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഇത് കാണും എനിക്ക് എന്ത് നടക്കത്തിട്ട് നമ്മ എന്തോ ഇത് കാണക്കെടുത്തിട്ട് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എടുത്തു ഞങ്ങൾ വനിതകൾ അടിച്ചെന്ന് പറയുന്നത് എന്റെ കൊച്ചിനെ ഒരു 2 ഷാഡോകൾ ചവിട്ടി കൂട്ടി SP-ക്ക് കൊണ്ട് പരാതി കൊടുത്തല്ലേ ഇവര് ചെയ്യുന്ന മൊത്തം. വേറെ ഒന്നും ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ കൊച്ചിനെ ഞാൻ വനിതകൾ അടിക്കാനോ 2 ആരോഗ്യമുള്ള 2 ഷാഡോ പോലീസ് എന്റെ കൊച്ചിനെ കട്ടിലിട്ട് ചവിട്ടി കൂട്ടി 18 വയസ്സായ എന്റെ കുഞ്ഞിനെ അത് അവിടെ കൊട്ടാരക്കരെ കൊണ്ട് പരാതി കൊടുത്തതിന് ഈ വനിതകൾ അടിച്ചെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്നത് അറിയാവോ? എടുത്തു വന്നു വെച്ചാൽ നിങ്ങൾ ചെയ്യും. ഞങ്ങൾ 2 എലിവിഷം കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും പോലീസുകാർ വന്നപ്പോൾ ഞങ്ങൾ കഴിച്ചു. ഞങ്ങളുടെ കയ്യിൽ ഇന്നലെ ഞങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിലായിരുന്നു, പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ. എന്റെ കൊച്ചിനെ 18 വയസ്സായ കുഞ്ഞ റെയ്ഡിനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ 2 വനിതകളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം അഞ്ചൽ കരുകോൺ സ്വദേശി സൻസയുടെ 19 വയസ്സുള്ള മകൾ നജുമ എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനിടെ 2 പേരും എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഇവർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നിരവധി കഞ്ചാവ് കേസുകളിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഷാഹിദയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഡാൻസ് ഓഫ് ടീം അംഗങ്ങളും വനിതാ പോലീസും അടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് എത്തിയത്. ഈ സമയം ഷാഹിദയുടെ മകൾ സൻസയുടെ മകൾ നജുമയും ചേർന്ന് പോലീസിനെ തടയുകയും മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ഡാൻസ് ഓഫ് SI ബാലാജിക്കും സിവിൽ പോലീസ് ഓഫീസർ ആദർശിനും വനിതാ പോലീസ് ഉദ്യോഗസ്ഥ നിഷയ്ക്കും മർദ്ദനമേറ്റു. പിന്നീട് കൂടുതൽ പോലീസ് സംഘം എത്തിയപ്പോഴേക്കും സൻസയും നജുമയും വീട്ടിൽ നിന്നും രക്ഷപ്പെട്ടു. ഇവരുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നും 46 ഗ്രാം കഞ്ചാവും കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിൽ ലഭിച്ച 1,64,855 രൂപയും പോലീസ് കണ്ടെടുത്തു. രക്ഷപ്പെട്ട പ്രതികൾ തൊട്ടടുത്ത ദിവസം കരുകോണിലെ വീട്ടിൽ എത്തി. ഇതറിഞ്ഞ് പോലീസ് സംഘവും അവിടെയെത്തി. പോലീസിനെ കണ്ട പ്രതികൾ വീടിന്റെ കതകടച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും എലിവിഷം കഴിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ പോലീസ് ബലപ്രയോഗത്തിലൂടെ അകത്ത് കടന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്തു. അഞ്ചലിലെ സർക്കാർ ആശുപത്രിയിലും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ അഞ്ചൽ പോലീസ് എത്തി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നിയമ നടപടിയുടെ ഭാഗമായി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ഇവരെ റിമാൻഡ് ചെയ്യുമെന്നും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്ന മുറയ്ക്ക് ജയിലിലേക്ക് മാറ്റുമെന്നും അഞ്ചൽ CI ഹരീഷ് പറഞ്ഞു. മടവൂർക്കോണത്തുള്ള സൻസ എന്ന് പറയുന്ന സ്ത്രീ അവരുടെ മോളും വീട്ടില് കഞ്ചാവ് കച്ചവടം നടത്തുന്ന അറിഞ്ഞ് ഡാൻസ് ഓഫ് ടീമും നമ്മുടെ സ്റ്റേഷൻ പാർട്ടിയും കൂടെ അവിടെ ചെന്ന സമയം അവരെ ആക്രമിക്കുകയും അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവരെ അവിടുന്ന് തടഞ്ഞു വെച്ച് അതിന് പിറ്റേ ദിവസം അവരെ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുള്ളതും അറസ്റ്റ് ചെയ്ത സമയം അവര് രക്ഷപ്പെടുന്നതിന് വേണ്ടി വിഷം എടുത്ത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ പാർട്ടി അവിടെ ചെന്നു ഇവരെ സൻസയെയും നജ്മയെയും ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി നടപടികൾ ഇന്നും അടുത്ത ദിവസങ്ങളിലും ചെയ്യുന്നതാണ്.